സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് തുടക്കമാകും. വൈകിട്ട് 3 മണിക്ക് തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന മഹാജനസഭ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉദ്ഘാടനം ചെയ്യും. സീറ്റ് വിഭജനം ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ UDF നേതൃയോഗം നാളെ ചേരും. 3-ാം സീറ്റ് വേണം എന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യവും ചർച്ചയ്ക്ക് വരും. ഇന്ന് തൃശൂരിൽ ചേരുന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലെ അഭിപ്രായം കൂടി പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനം. സിറ്റിംഗ് MPമാർ മത്സരിക്കുന്ന കാര്യത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും ലീഗുമായി പ്രശ്നങ്ങളൊന്നുമില്ലെന്നും KPCC അധ്യക്ഷൻ K. സുധാകരൻ പറഞ്ഞു. ഇന്ന് സ്ഥാനാർത്ഥി നിർണയത്തിലെ ചർച്ചയല്ല. ഈ ഇലക്ഷനെ കുറിച്ച് പാർട്ടി എങ്ങനെ, മുന്നണി എങ്ങനെ ഈ ഇലക്ഷൻ ഫേസ് ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള താത്വികമായ ചർച്ചയാണ്, അല്ലാതെ സ്ഥാനാർത്ഥി നിർണയത്തിലെ ചർച്ചയല്ല ഇവിടെ നടക്കുന്നത്. മുന്നണിക്കകത്ത് അതൊക്കെ സൗഹാർദ്ദം എല്ലാ കാലവും തീർന്നിട്ടുണ്ട്, എക്കാലവും തീരും. ഞങ്ങൾ തമ്മിലുള്ള ഒരു തർക്കവും ഉണ്ടാവില്ല. നമ്മൾ വളരെ സൗഹാർദ്ദപൂർവ്വം UDF ഇലക്ഷൻ ഫേസ് ചെയ്യും. ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം അതൊക്കെ തീരുമാനിക്കേണ്ടത് പിന്നീടാണ്. 3 സീറ്റ് ചോദിക്കാൻ മുസ്ലിം ലീഗിന് യോഗ്യതയുണ്ടെന്നും ഹൈക്കമാൻഡുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും K. മുരളീധരൻ പ്രതികരിച്ചു. അവരുടെ ഡിമാൻഡ് മുന്നോട്ട് വെച്ചു. അത് പാർട്ടിയുടെ പരിഗണനയിലാണ്. ആ കാര്യങ്ങളൊക്കെ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് 5-ാം തീയതി ലൈസൺ കമ്മിറ്റിക്ക് മുമ്പ് ലീഗുമായിട്ടുള്ള ഫൈനലായിട്ടുള്ള ഒരു ഡിസ്കഷൻ ഉണ്ട്. അതിനുശേഷം കാര്യങ്ങൾ 5-ാം തീയതി തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കും. ഇതിങ്ങനെ ഈ എല്ലാത്തിനും പുറത്ത് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ. ലീഗിന് ചോദിക്കാൻ യോഗ്യതയുണ്ട്, അതവർ ചോദിച്ചു. കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്ത് അവരുമായി കൂടെ ഒരു ഫൈനൽ ചർച്ച ചെയ്ത് കാര്യങ്ങൾ അറിയിക്കും. ഇപ്പോൾ ജനമഹാസഭ നടക്കാനിരിക്കുന്ന തൃശൂരിൽ നിന്ന് അജീഷ് ജയകുമാർ, മുസ്ലിം ലീഗിന്റെ 3-ാം സീറ്റ് എന്ന ആവശ്യത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകാൻ മലപ്പുറത്ത് നിന്ന് അരുൺ പാറക്കൽ, ഒപ്പം തന്നെ നേതൃയോഗങ്ങളിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്നതിന്റെ വിശദാംശങ്ങൾ നൽകാൻ സലീം മാലിക് തിരുവനന്തപുരത്തും നമ്മളോടൊപ്പം ചേരുന്നു. ആദ്യം ജനമഹാസഭയുടെ വിശദാംശങ്ങളിലേക്കാണ്, തൃശൂരിൽ നിന്നുള്ള വിവരങ്ങളിലേക്കാണ്. അരുൺ, തൃശൂരിൽ ഇന്ന് വൈകിട്ടാണല്ലോ ജനമഹാസഭ. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത്. എല്ലാവിധ ഒരുക്കങ്ങളുമായോ? എന്തൊക്കെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്ന ജനമഹാസഭയുടെ വിശദാംശങ്ങൾ, വിവരങ്ങൾ, പുതിയ റിപ്പോർട്ടുകൾ? 3:30-ക്കാണ് തൃശ്ശൂരിലെ തെക്കൻകാട് മൈതാനിയിൽ കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിച്ചുള്ള മഹാജനസഭ അരങ്ങേറുന്നത്. ഇതിനായി മല്ലികാർജ്ജുൻ ഖാർഗെയാണ്, AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയാണ് മഹാജനസഭ ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും തൃശ്ശൂർ തെക്കൻകാട് മൈതാനിയിൽ പൂർത്തിയായി കഴിഞ്ഞു. കോൺഗ്രസിന്റെ കേരളത്തിലെ തന്നെ 1 ലക്ഷത്തോളം വരുന്ന അണികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു റാലി തന്നെ, വലിയൊരു സഭ തന്നെ ഉണ്ടാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ബൂത്തിൽ ഏറ്റവും അടിസ്ഥാനമായി ബൂത്ത് തലത്തിലുള്ള ആളുകളെ എത്തിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായിട്ടുള്ള ഒരുക്കങ്ങൾ, എല്ലാവിധ ഒരുക്കങ്ങളും തുടങ്ങാനാണ് തീരുമാനം. ഇതിനായി 25,177 ബൂത്തുകളാണുള്ളത്. ഈ ഓരോ ബൂത്തിലെ പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും അതേപോലെ തന്നെ BLOമാർ, ബ്ലോക്ക് ലെവൽ ഓഫീസർമാരും ഉൾപ്പെടെ അങ്ങനെ അടിത്തട്ടിലുള്ള എല്ലാ പ്രവർത്തകരെയും എത്തിച്ചുകൊണ്ടുള്ള ഒരു വലിയ റാലിയാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ 2 തവണ നരേന്ദ്രമോദി ഒരു മാസത്തിനിടയിൽ വന്നുപോയ സ്ഥലമാണ് തൃശ്ശൂർ. പ്രത്യേകിച്ച് BJP ഏറ്റവും കൂടുതൽ കണക്ക് ലക്ഷ്യം വെച്ചിരിക്കുന്ന ഒരു മണ്ഡലം, അവർക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂർ തന്നെ കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് തുടക്കമിടാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. മാത്രമല്ല കോൺഗ്രസിന്റെ തന്നെ സ്റ്റാർ ക്യാമ്പയിനർ തന്നെ എത്തിച്ച് പ്രവർത്തകരിൽ ആവേശം കൊണ്ടുവരാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് തന്നെ AICC പ്രസിഡന്റിനെ തന്നെ എത്തിച്ച് ഇവിടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് തുടക്കമിടാൻ തീരുമാനിച്ചത്. ഇതിനായിട്ട് AICC പ്രസിഡന്റിനെ കൂടാതെ തന്നെ കേരളത്തിലെ ദേശീയ നേതാക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. KC വേണുഗോപാൽ, KPCC പ്രസിഡന്റ്, അതേപോലെ തന്നെ VD സതീശൻ, അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഇവിടെ എത്തിച്ചേർന്നു. അതിന് മുന്നോടിയായിട്ട് ഇന്ന് തൃശ്ശൂരിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതി യോഗവും ചേർന്നിട്ടുണ്ട്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എന്തൊക്കെ തന്ത്രങ്ങൾ മെനയണമെന്ന് തീരുമാനിക്കാനും മുന്നോടിയായിട്ടാണ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം തൃശ്ശൂർ DCC ഓഫീസിൽ ചേർന്നത്. സംസ്ഥാന അധ്യക്ഷൻ K. സുധാകരന്റെ നേതൃത്വത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നത്. ആ യോഗം അല്പസമയത്തിനുള്ളിൽ തന്നെ DCC ഓഫീസിൽ ആരംഭിക്കും. പ്രധാനമായും 2 വിഷയങ്ങളാണ് കേരളത്തിൽ ചർച്ചയാവുന്നത്. അതായത് ഈ ലീഗിന്റെ 3-ാം സീറ്റും ഒപ്പം തന്നെ നിലവിലുള്ള സിറ്റിംഗ് MPമാർ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിലുമാണ്. ഈ 2 കാര്യത്തിലും ഇന്ന് തന്നെ ഒരു ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാനാണ് സാധ്യത. 3-ാം സീറ്റിന്റെ കാര്യത്തിൽ നമ്മുടെ നേതാക്കളുടെ പ്രതികരണം തേടിയിരുന്നു. ലീഗിന് K. മുരളീധരൻ പറഞ്ഞതുപോലെ ലീഗിന് 3-ാം സീറ്റിന് അർഹതയുണ്ട്, അവരത് മുമ്പും കൊടുത്തിട്ടുമുണ്ട് എന്നുള്ളൊരു പ്രതികരണമാണ് K. മുരളീധരന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. VD സതീശൻ നമ്മൾ അല്പസം മുമ്പ് പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്
ലീഗിന്റെ കാര്യത്തിൽ നമ്മൾ പ്രായോഗിക തലത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും, എന്നിട്ട് ലീഗിനെ ഇക്കാര്യം അറിയിക്കുമെന്നാണ്. എന്നാൽ ലീഗിന്റെ കാര്യത്തിൽ ഒരു അതൃപ്തി ഉണ്ടായത്, അതായത് ഇങ്ങനെ ഒരു സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ അത് നിരാകരിച്ചത് ലീഗിന്റെ ഭാഗത്ത് നിന്ന് അതൃപ്തി ഉണ്ടായിട്ടുണ്ട്. അക്കാര്യങ്ങൾ എന്തായാലും മലപ്പുറത്ത് നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കും. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾക്കുള്ള നടപടികൾ അതിന് തുടക്കമിടാനായിട്ട് തൃശ്ശൂർ ഒരുങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകർ ഒരുങ്ങിക്കഴിഞ്ഞു. വൈകിട്ട് ഉച്ചയോടെ തന്നെ പ്രവർത്തകരെല്ലാം തെക്കിൻകാട് മൈതാനിയിലേക്ക് എത്തിക്കഴിയും. 1 ലക്ഷം പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ റാലി തന്നെയാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകരെ തെരഞ്ഞെടുപ്പിന് ഈ മാസം തന്നെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉണ്ടാകുകയാണെങ്കിൽ അന്ന് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് UDF തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായിട്ട് വേണം കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന മഹാജനസഭയെ കാണാൻ. തൃശ്ശൂരിൽ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC അധ്യക്ഷൻ K സുധാകരൻ, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ വേദിയിൽ ഉണ്ടാകും. അതോടൊപ്പം ഏതാണ്ട് 1 ലക്ഷം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു മഹാറാലി എന്ന സങ്കല്പത്തിലാണ് ഇപ്പോൾ ഈ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ അജീഷ് ജയകുമാർ നമ്മളുമായി പങ്കുവച്ചത്. മുസ്ലിം ലീഗിന് 3-ാം സീറ്റ് ചോദിക്കാൻ ഉള്ള യോഗ്യതയുണ്ട് എന്നും അത് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നും ഒരു നിലപാട് K മുരളീധരനെ പോലൊരു നേതാവ് എടുത്തിട്ടുണ്ട്. ലീഗ് എത്രത്തോളം ന്യായമായി ഈ അവകാശത്തെ മുന്നോട്ട് വയ്ക്കും, അത് എങ്ങനെ പരിഗണിക്കപ്പെടും എന്നുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങളാണ് നമുക്കിനി നോക്കാനുള്ളത്. മലപ്പുറത്ത് നിന്ന് അരുൺ പാറയ്ക്കൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, മുസ്ലിം ലീഗ് 3-ാം സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുമോ? അങ്ങനെ ഒരു തീരുമാനം ലീഗ് നേതൃത്വത്തിനിടയിൽ ഉണ്ടോ? അവകാശവാദം ഉന്നയിക്കാം ലീഗിന്, പക്ഷേ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കട്ടെ എന്ന നിലപാട് K മുരളീധരനെ പോലെയുള്ള നേതാക്കൾക്കുണ്ട്. ഇത് എങ്ങനെ പരിഗണിക്കപ്പെടുമെന്നാണ് ലീഗ് നേതൃത്വം കരുതുന്നത്? ഗോപികൃഷ്ണൻ, കഴിഞ്ഞ തവണയൊക്കെ 3 സീറ്റ് ചോദിക്കുകയും തുടർന്ന് സമവായ നീക്കത്തിലൂടെ 2 സീറ്റിൽ മത്സരിക്കുകയും ആയിരുന്നു ലീഗിന്റെ ഒരു രീതി. എന്നാൽ ഇത്തവണ അങ്ങനെയൊന്ന് ഉണ്ടാവില്ല, അത്തരത്തിലൊരു സമവായ നീക്കം പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന ലീഗിന്റെ സംസ്ഥാന നേതൃത്വം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ആ കാര്യത്തിൽ നിലപാട് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. 3-ാം സീറ്റ് എന്ന ആവശ്യം ലീഗ് അതുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് മലപ്പുറത്ത് ലീഗിന്റെ യോഗം ചേരുന്നു എന്നാണ്. PK കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PMA സലാമും ഉൾപ്പെടെയുള്ളവർ ഇന്നിപ്പോൾ അല്പസമയത്തിനകം തന്നെ മലപ്പുറത്തെ ലീഗിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തും. ചന്ദ്രികയുടെ ഡയറക്ടർ ബോർഡ് യോഗം നടക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഈ 3-ാം സീറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുക എന്ന സംസ്ഥാന നേതൃത്വം. 3-ാം സീറ്റ് എന്ന ആവശ്യത്തിൽ ലീഗ് ഉറച്ചു നിൽക്കാനുള്ള സാധ്യതയുണ്ടോ? അതല്ല, ഒന്ന് ചോദിച്ചു നോക്കാം എന്നത്തെ എല്ലാ പ്രാവശ്യത്തെയും പോലെ എന്നതായിരിക്കുമോ ലീഗ് നേതൃത്വത്തിന്റെ ഒരു നിലപാട്? അതിലെന്തെങ്കിലും ഒരു വ്യക്തത ഉണ്ടായിട്ടുണ്ടോ നമുക്ക്? ഗോപികൃഷ്ണൻ, ഇത്തവണ എന്തായാലും 3-ാം സീറ്റ് എന്ന കാര്യത്തിൽ ലീഗ് ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ലീഗിന് സംസ്ഥാന നേതൃത്വം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അല്പസമയം മുൻപ് സംസ്ഥാന നേതൃത്വവുമായി സംസാരിച്ചിരുന്നു. ആ സമയത്തും 3-ാം സീറ്റ് എന്നത് ലീഗിന്റെ അവകാശമാണ്, അതുകൊണ്ട് എന്തായാലും 3-ാം സീറ്റ് തങ്ങൾക്ക് വേണം, അത് ചോദിക്കും എന്നൊരു നിലപാടിൽ തന്നെയാണ് ലീഗ് ഉള്ളത്. കണ്ണൂർ, വടകര, വയനാട് എന്നിങ്ങനെയുള്ള 3 സീറ്റുകളാണ് ലീഗ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. ഇതിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കണ്ണൂരാണ് പ്രധാനമായും ലീഗ് നോട്ടമിട്ടിരിക്കുന്ന ഒരു മണ്ഡലം. ഇവിടെയൊക്കെ മത്സരിക്കുകയാണെങ്കിൽ ലീഗ് വിജയിക്കും, വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ലീഗിന് അർഹതപ്പെട്ട സീറ്റാണെന്ന് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിക്കൊണ്ടേയിരിക്കുന്നു. ലീഗിന്റെ മുസ്ലിം ലീഗ് ഒരു 3-ാം സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇന്നത്തെ മലപ്പുറത്തെ ലീഗിന്റെ യോഗം ചേരുന്നുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി, അതോടൊപ്പം തന്നെ PMA സലാം, സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നിവർ ഇന്ന് കൂടിയാലോചനയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും 3-ാം സീറ്റ് എന്ന അവകാശവാദം എത്രത്തോളം ശക്തമായി മുന്നോട്ട് വെക്കണമെന്ന കാര്യത്തിൽ ലീഗ് നേതൃത്വത്തിൽ ഒരു തീരുമാനമുണ്ടാകാൻ പോകുന്നത്. അരുൺ പാറയ്ക്കൽ മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. നമ്മളോടൊപ്പം ചേരുന്നു സലീം മാലിക്. സലീം, സ്വാഭാവികമായും UDF നേതൃത്വത്തെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് ലീഗ് 3-ാം സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നാലാണ്. അത്തരമൊരു സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിൽ UDFനകത്ത് പ്രത്യേകിച്ച് കോൺഗ്രസിലൊരു തീർപ്പുണ്ടായിട്ടുണ്ടോ? K മുരളീധരനെ പോലുള്ളവർ പറയുന്നു ലീഗിന് അങ്ങനെ ന്യായമായും ഒരു 3-ാം സീറ്റ് അവകാശപ്പെടാം, ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നാണ്. കോൺഗ്രസിനകത്ത് തന്നെ ഇക്കാര്യത്തിൽ ഭിന്നാഭിപ്രായമുണ്ടോ? ലീഗിന്റെ 3-ാം സീറ്റ് എന്ന പ്രശ്നം എത്രത്തോളം നേതൃയോഗങ്ങളിൽ ഒരു തലവേദനയായിരിക്കും?
ഗോപി, ലീഗ് മൂന്നാം സീറ്റ് ചോദിച്ചത് സ്വാഭാവികമായും UDF-നെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചകൾ നീണ്ടുപോകാനുള്ള ഒരു കാരണമായി എന്നുള്ളതാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. അതിനപ്പുറത്തേക്ക് ലീഗിനെ അനുനയിപ്പിച്ച് 2 സീറ്റിൽ തന്നെ ഒതുക്കാം എന്നുള്ളൊരു നിലപാടാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അത് കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്ന ഒരു രീതി. മാത്രമല്ല അക്കാര്യം ലീഗ് നേതൃത്വത്തെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യും. പക്ഷേ എന്തായാലും ഈ ഘട്ടത്തിൽ ലീഗിന്റെ ആവശ്യത്തോട് വളരെ പോസിറ്റീവായ ഒരു സമീപനം എന്ന നിലയിൽ തന്നെയാകും കോൺഗ്രസ് നേതൃത്വം ഇതിനെ പരിഗണിക്കുക. കാരണം വളരെ നേരത്തെ തന്നെ UDF ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് ആരംഭിച്ചിരുന്നു. പ്രത്യേകിച്ചും UDF-നെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും വളരെ കുറച്ച് മണ്ഡലങ്ങളിൽ മാത്രം സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയാൽ മതി എന്നുള്ളൊരു സ്ഥിതിയുണ്ട്. ലീഗ് നിലവിൽ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം വയനാട് സീറ്റിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് സീറ്റ് നൽകണമെന്നുള്ളതാണ്. സ്വാഭാവികമായും രാഹുൽ ഗാന്ധി അവിടേക്ക് മത്സരിക്കാൻ എത്തുന്ന ഒരു സാഹചര്യം വന്നാൽ ആ ക്ലെയിം തന്നെ നിലനിൽക്കാതെ പോകും. പിന്നീട് പറ്റുമെങ്കിൽ പരിഗണിക്കുക കണ്ണൂർ എന്നുള്ളതാണ് ലീഗ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ആവശ്യം. 3-ാം സീറ്റ് എന്നുള്ളൊരു ആവശ്യത്തിലേക്ക് ലീഗ് ആദ്യഘട്ടത്തിൽ ഉറച്ചു നിൽക്കുകയും പിന്നീട് ആ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും കരുതുന്നത്. അതുകൊണ്ട് തന്നെ വയനാട് സീറ്റിൽ രാഹുൽ ഗാന്ധി സ്വാഭാവികമായും മത്സരിക്കാൻ വരുന്ന ഒരു സാഹചര്യത്തിൽ വലിയ തർക്കങ്ങളില്ലാതെ തന്നെ ആ വിഷയം പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ. അതേസമയം കണ്ണൂർ സീറ്റിലെങ്കിലും പിന്നീട് അവകാശവാദം ഉന്നയിച്ച് അതിൽ ഉറച്ചു നിന്നാൽ UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാവും. കാരണം നിലവിൽ KPCC അധ്യക്ഷൻ തന്നെ MP ആയിരിക്കുന്ന സീറ്റാണ്. അവിടെ KPCC അധ്യക്ഷൻ മത്സരത്തിനില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് ഹൈക്കമാൻഡ് തന്നെ കെ സുധാകരനോട് മത്സരിക്കണമെന്നൊരു ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സീറ്റ് നിർണ്ണയത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നമായി UDF-ന് മുൻപിൽ വരിക ഈ ലീഗിന്റെ ആവശ്യവും ഒപ്പം തന്നെ കണ്ണൂർ സീറ്റിലെ സ്ഥാനാർത്ഥി ആര് എന്നതിനെ ചൊല്ലിയുള്ള ചർച്ചകളുമൊക്കെ ആകും. അതിനോടൊപ്പം തന്നെ ആലപ്പുഴയിൽ ആരെ മത്സരിപ്പിക്കണം എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വെല്ലുവിളി. കാരണം KC വേണുഗോപാൽ തന്നെ ആലപ്പുഴ തിരിച്ചുപിടിക്കാൻ എത്തണമെന്ന് കോൺഗ്രസ് അണികൾക്കുള്ളിൽ വലിയൊരു വികാരമുണ്ട്. ആ വികാരം പക്ഷേ KC വേണുഗോപാൽ മത്സരിക്കാനുള്ള ഒരു തീരുമാനം സാധ്യതയില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടേക്ക് മറ്റൊരു സ്ഥാനാർത്ഥി, അതും വിജയ സാധ്യതയുള്ള സാമുദായിക സമവാക്യങ്ങളൊക്കെ പരിഗണിച്ചൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരണം എന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി സിനിമാ താരം സിദ്ദീഖിൻ്റെതുൾപ്പെടെയുള്ള പേരുകളാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത്. അതേസമയം കോട്ടയം സീറ്റും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് വിട്ടുകൊടുക്കുന്നതിൽ ഒരു അതൃപ്തി ചിലർക്കുണ്ട്. പ്രത്യേകിച്ച് പ്രാദേശിക നേതൃത്വത്തിന് പ്രാദേശിക തലത്തിൽ കോട്ടയത്ത് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നൊരു വികാരമുണ്ട്. പക്ഷേ കേരള കോൺഗ്രസ് ജോസഫിനോട് അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടോളൂ എന്നൊരു നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വം നൽകിയിട്ടുണ്ട്. ആ പ്രാദേശിക എതിർപ്പുകളെയൊക്കെ മറികടന്നുകൊണ്ട് UDF എന്ന സംവിധാനത്തിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക, പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം കൊണ്ട് മാത്രം മറ്റു തർക്കത്തിലേക്കും പോകാതെ ആ സീറ്റ് കേരള ഏതായാലും നേതൃയോഗങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി വരാൻ സാധ്യതയുള്ളത് മുസ്ലിം ലീഗിന്റെ 3-ാം സീറ്റ് എന്ന ആവശ്യമാണ്. അതൊരു കടുംപിടുത്തമായി മാറുകയാണെങ്കിൽ അത് ഒരു പ്രതിസന്ധിയായി മാറും. അതിനപ്പുറം കണ്ണൂരിൽ ആര് മത്സരിക്കണം, ആലപ്പുഴയിൽ ആരായിരിക്കണം സ്ഥാനാർത്ഥി, കോട്ടയം സീറ്റ്, ഇത്തരം സീറ്റുകൾ സംബന്ധിച്ച കാര്യങ്ങളിലും അവ്യക്തതകൾ തുടരുന്നുണ്ട്. സ്ഥാനാർത്ഥികൾ ആരായിരിക്കണം, ഏത് ഘടകകക്ഷിക്ക് സീറ്റുകൾ നൽകണമെന്ന കാര്യത്തിലുമൊക്കെ അവ്യക്തതകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ അനിശ്ചിതത്വങ്ങളൊക്കെ അതിനൊക്കെ പരിഹാരം കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കും നാളത്തെ നേതൃയോഗങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്നും സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും മഹാജനസഭ 1 ലക്ഷം പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മഹാജനസഭ ഇന്ന് തൃശ്ശൂരിൽ നടക്കാനിരിക്കുകയാണ്. തേക്കിൻകാട് മൈതാനിയിൽ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഞങ്ങളുടെ പ്രതിനിധികൾ അതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ നൽകുകയായിരുന്നു.